സമൂഹത്തിന്റെ മുമ്പിൽ ഈ അമ്മായച്ചനും അമ്മായിയമ്മയൊക്കെ കളിച്ചിരിക്കുന്ന ആൾക്കാർ ഭയങ്കര മാന്യന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്ക് അതല്ലെങ്കിൽ മരുമോളായിട്ട് വരുന്ന ആൾക്കാർക്ക് ആരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അയ്യോ അവരങ്ങനെ ചെയ്യോ, അവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ പറയുന്നവരാണ് അയൽക്കാരും നാട്ടുകാരും ഒക്കെ. ഈ പെണ്ണിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സാധാവ തരംഗമായി. എന്നാലും ആ കൊച്ചങ്ങനെ ചെയ്തല്ലോ. കൊച്ചു കുഞ്ഞിനെയും കൊന്നുകൊണ്ട് ഈ വിഭജിക എന്ന് പറഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ന്യായീകരിക്കൊന്നുമല്ല കേട്ടോ. അതിന്റെ ഗതികേടായിരിക്കും, അതിന്റെ അവസ്ഥയായിരിക്കും. ഇതുപോലെ പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ട്രോമ അനുഭവിക്കുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഉണ്ടാവും. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. സ്വന്തമായിട്ട് ജീവിക്കുക, സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തുക. ഇവനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങളെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഡിവോഴ്സിന് ശ്രമിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന ഒരുത്തനെ നിങ്ങൾ അവന് മുന്നേ ഉപേക്ഷിക്കുക. എന്നിട്ട് ഇനിയിപ്പോ നിങ്ങൾ തിരിച്ചു ചെന്നാൽ നിങ്ങളുടെ വീട്ടുകാർ സ്വീകരിക്കില്ലേ, ഇനി ആ വീട്ടുകാരെയും കൂടെ ഉപേക്ഷിക്കുക. ഇനി നാട്ടുകാരെ അംഗീകരിക്കില്ലേ, അവരെയും കൂടെ ഉപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കുക. നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് മറ്റുള്ളവരെ ശിക്ഷിക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും നടപടിയാവുന്ന കാര്യമല്ല. എന്നും പറഞ്ഞ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന വെറും മണ്ടത്തര. എത്രയോ ഉദാഹരണങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നിങ്ങളൊരു ഫിലിം കണ്ടു, അതിന്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ആ പടം കണ്ടുകൊണ്ടിരുന്ന അതിന്റെ ക്ലൈമാക്സ് മാറാനൊന്നും പോകുന്നില്ല.